നിരവധി സിനിമാ ചിത്രീകരണങ്ങൾക്ക് വേദിയായ നാടാണ് കൂടല്ലൂർ കൂട്ടക്കടവ്. 1989 മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത മഹായനം എന്ന ചിത്രം ചിത്രീകരിച്ചത് കൂട്ടക്കട അങ്ങാടിയിലായിരുന്നു. ആ സിനിമ റിലീസായി 37 വർഷങ്ങൾ പിന്നിട്ട്. 37 വർഷത്തിനിടയ്ക്ക് ആ സിനിമ ചിത്രീകരിച്ച കൂട്ടക്കട അങ്ങാടിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അന്ന് ചിത്രീകരിച്ച പഴയ കെട്ടിടങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. റോഡിന്റെ ഒരു വശത്ത് പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമ ചിത്രീകരിച്ച പഴയ കെട്ടിടങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങളും ഇന്നേവരെ ഉണ്ടായിട്ട്. മഹായന സിനിമയിൽ നിരവധി രംഗങ്ങൾ ചിത്രീകരിച്ച മറ്റൊരു കെട്ടിടമാണ് ഈ കാണുന്നത്. ഈ കെട്ടിടത്തിലെ ബാർബർ ഷോപ്പ് കേന്ദ്രീകരിച്ച് നിരവധി സീനുകളാണ് എടുത്തിട്ടുള്ളത്. സിനിമയിലെ പ്രധാന സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ കടയിൽ വെച്ചിട്ടാണ്. അന്ന് ഈ കട നടത്തിയിരുന്നത് പുളിക്കൽ അബ്ദുറഹ്മാൻ ഹാജിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഹുസൈൻ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. ഷൂട്ടിങ്ങിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജോഷിയും അതുപോലെ പിന്നെ കുന്നംകുളം താവൂസിന്റെ മുതലാളി താവൂസാണ് അതിന്റെ നിർമ്മാതാക്കള്. ഇവര് രണ്ടുപേരും വന്നിട്ട് നമ്മളോട് ഷൂട്ടിങ്ങിനായി കട ഒരു ദിവസത്തേക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം തരില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ പിന്നെ വന്നിട്ട് പറഞ്ഞു അത് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഒരു ദിവസം 2000 രൂപ കണക്കാക്കിയിട്ട് കൊടുത്തു. അങ്ങനെ അവര് ഷൂട്ടിങ് തുടങ്ങി. പിന്നെ അപ്പുറത്തുള്ള മേലെ പീടിയ നമ്മളെ ആനക്കരക്കാരെ ബിൽഡിങ് ഇതിലൊക്കെ ഷൂട്ടിങ് ഉണ്ട്. വേലാതിൻ്റെ ബാർബർ ഷോപ്പ് ഇവരൊക്കെ അതിനെ ഉപയോഗിച്ചിരുന്നു. അത് കൂട്ടത്തിൽ നമ്മളെ കടയോട് ചേർന്ന്, കട എന്ന് പറയുമ്പോൾ പച്ചക്കറി കടയാണ്. അതിനോട് ചാരിയിട്ട് ഒരു ബെഞ്ചിന് മുകളിലാണ് കുഞ്ഞാണ്ടി അന്ന് ഒരു കാല് മുറിഞ്ഞൊരു കഥാപാത്രമായിട്ടുണ്ട്, മാളാരവിന്ദൻ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഒരു സ്റ്റണ്ട് സീനാണ് കടയിൽ വെച്ചിട്ട്. ആ സ്റ്റണ്ട് സീൻ എന്ന് പറയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം സ്റ്റണ്ട് സീൻ എടുക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചിലവൊക്കെ നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഒരു പെട്ടി തക്കാളി അതിൽ ചെരിഞ്ഞിട്ട് ആ തക്കാളിയിലിട്ടൊരു വിനീതിനെ ഇടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ഒരു പെട്ടി തക്കാളി നശിച്ചു, വീണ്ടും തക്കാളി കൊടുന്ന് ചെരിയാണ് ആ സീന് ശരിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ പിന്നെ അനുഭവങ്ങൾ ആ മഹായാന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലിടക്കാണ് നമ്മളെ കടയുടെ ഉള്ളിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു. ബെഞ്ചിന് മുകളിൽ ഇരുന്നിട്ടാണ് പിന്നെ ലോഹിതദാസും CB മലയിലും കൂടിയിട്ട് മമ്മൂട്ടീനെ കാണാൻ വേണ്ടി വന്നത്. ഈ സെറ്റിലേക്ക് വന്നപ്പോൾ ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തനിയാവർത്തനം എന്ന സിനിമയുടെ കഥയുടെ ചെറിയൊരു രൂപം മമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിന് അന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് പറയുന്നത് തന്നെ ചില ഭാഗങ്ങൾ നമ്മളെ മെമ്മറിയിൽ കയറിയെന്നല്ലാതെ. പിന്നീട് തനിയാവർത്തനം എന്ന സിനിമ നമ്മൾ കാണുമ്പോഴാണ് ഇതാണല്ലോ മമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കഥ ജനിക്കണതന്നെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ജനിക്കണതന്നെ നമ്മളെ കടലുള്ളിൽ നിന്നാണെന്ന് പറയാം. മമ്മൂട്ടിയായിട്ട് നേരിട്ട് മമ്മൂട്ടിയായിട്ട് നേരിട്ട് പിന്നെ നമ്മൾ കടയിൽ വന്നിരിക്കും. മുറുക്കാൻ കടയിരുന്നല്ലോ, മുറുക്കാനും പച്ചക്കറി കിട്ടും. മുറുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കും, മുറുക്കുപ്പാനായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ കടകളിൽ പെട്ടിക്കടയാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഫില്ല് ചെയ്യും അന്ന്. ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മമ്മൂട്ടി ഇപ്പം പറഞ്ഞത് ഇതൊന്ന് വിപുലീകരിച്ചുകൂടെ, നിങ്ങൾക്ക് അതിനുള്ള എന്താ വേണ്ടിച്ചാൽ നമ്മളൊക്കെ സഹായം ചെയ്തു തരാൻ. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇപ്പം നമ്മളിത് കൂടല്ലൂർ അന്നിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് കൂടല്ലൂരാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. ഇവിടുത്തെ അന്നിപ്പോൾ പറയും ഇത് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുള്ളൂ, ഇവിടെ ഇന്നും അങ്ങനെ തന്നെയല്ലേ നടക്കുള്ളൂ. കൂടല്ലൂരെ സംബന്ധിച്ചിടത്തോളം 37 വർഷം പിന്നിട്ടെങ്കിലും കൂടി കാര്യമായ മാറ്റം കൂട്ടക്കട അങ്ങാടിക്ക് മാറ്റങ്ങളേ ഉണ്ടായിട്ടില്ല. 1-2 കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്നത് വെച്ച് വേറെ നമ്മളെ പിന്നെ കൂട്ടക്കട അങ്ങാടിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അന്ന് സ്റ്റണ്ട് സീനിൽ ഒരുപാട് സാധനങ്ങൾ നാശമായല്ലോ. അപ്പൊ അതിന്റെ ചെലവുകളൊക്കെ അത് മൊത്തം അവര് വഹിച്ചു. നല്ല അബു വട്ടാമ്പി പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അല്ലേ? അബു വട്ടാമ്പി. മൂപ്പര് ഞങ്ങളൊക്കെ ഒരു ഇതിൽ കൊടുക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് സ്പ്രൈറ്റ് കുടിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് പിന്നെ അയക്കോറൻ ഇതുവരെ ഇവര് സെറ്റിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ ഇവർക്ക് കഴിക്കാനുള്ളത്. ഒരു മമ്മൂട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു സൗമ്യമായിട്ടുള്ള ആ ഒരു കാണുമ്പോൾ ഗൗരവമാണെങ്കിലും ഇടപഴകുമ്പോഴൊക്കെ ഉള്ള സൗമ്യമായിട്ടുള്ള ആ ഒരു ഇത് അന്നാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. പക്ഷെ അതാണ് ഇതിന് നമ്മൾ സാധാരണക്കാരോട് അവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ അവർ സംസാരിക്കുള്ളൂ. വേറെ ഇതൊന്നും ഇല്ല ഇതിൽ. സിനിമയിൽ നമ്മുടെ നാട്ടുകാരായ ഒരുപാട് ആളുകൾ മുഖം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അഭിനയിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരം ലഭിച്ച ഒരു സിനിമയാണ് മഹായാനം. ആ സിനിമയിൽ അഭിനയിച്ച പലരും നമ്മോടൊപ്പം ഇല്ല, അവരൊക്കെ മരണപ്പെട്ടു പോയി. എന്നാൽ ചില ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അവരിലൊരാൾ മൂസയുടെ ആ സിനിമ അഭിനയ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. മഹായാന സിനിമയിൽ അഭിനയിച്ച ആളാണ് മൂസ.
അന്ന് മഹായാനം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം എങ്ങനെ കിട്ടിയത്, അതുപോലെ തന്നെ ആ അഭിനയത്തിന്റെ അനുഭവങ്ങൾ ഒന്ന് നമ്മുമായി പങ്കുവയ്ക്കാൻ പറ്റുമോ? എന്താണ് അന്ന് ഉണ്ടായത്? അന്ന് ഉണ്ടായത്, ഞാൻ കൂടല്ലൂര് അരുണോദയം വായനശാലയിൽ നമ്മൾ അവിടെ കൂട്ടാളുകാരായിട്ട് ഇങ്ങനെ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 വണ്ടി വന്നത്. അങ്ങനെ ആ വണ്ടി വന്നു നിന്നേക്ക് നമ്മൾ ആ വണ്ടിയുടെ ചുറ്റിപ്പറ്റി വണ്ടിയുടെ ഇങ്ങനെ നിന്ന് അങ്ങനെ മമ്മൂട്ടി ഇറങ്ങി വന്ന്. അപ്പോൾ മമ്മൂട്ടി ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ ഒരു യൂണിയൻകാർ ഇരിക്കുന്ന ഒരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ അവിടെ ഞാൻ കുറച്ച് ആൾക്കാരും കൂടി കൂട്ടുകാരും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഷൂട്ടിങ്ങിൻ്റെ നടത്തിപ്പേരൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ലൊക്കേഷനിൽ ഇപ്പോൾ എംടിയുടെ വീടാണ് ഈ ടാനിങ്ങിൽ എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഇവർ ലൊക്കേഷനൊക്കെ നോക്കി അങ്ങനെ അവിടെ വരണ്ടായിട്ട് അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തുനിന്ന് എന്നോട് പറഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിന് അറിയാം പിന്നെ സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പള്ളി എവിടെ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞ് ചിറ്റപ്പുറം പിന്നെ കൂടല്ലൂർ പള്ളി. അന്ന് ചിറ്റപ്പുറം വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പോൾ അവിടുന്ന് വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ജുമായക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ആ ഡ്രൈവർ മമ്മൂട്ടിയുടെ വണ്ടിയിലെ ഡ്രൈവറെയും വിളിച്ച് നമ്മൾ ചിറ്റപ്പുറം പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ പള്ളി ഫുള്ള് ജനം. കാരണം ഈ ഷൂട്ട് കാണാൻ വേണ്ടി വന്നവരൊക്കെ കംപ്ലീറ്റ് പള്ളിയാണ്ട് ഫുള്ളാക്കി. പുറത്ത് നിന്നിട്ടായി അവിടെയുള്ള കമ്മിറ്റിക്കാരൊക്കെ നിസ്കാരം. അത്രയും ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ ഞാൻ അതിലൊരു ആളായിപ്പോയി. കാരണം അങ്ങനെ അവരെ പിന്നാലെ ചുറ്റിപ്പറ്റി അങ്ങനെ ആകുമ്പോൾ ജോസി സാറ് പറഞ്ഞ് ഒരു മണലെടുക്കുന്ന സീനുണ്ട്, മമ്മൂട്ടിക്ക് അത് ലോഡാക്കിയതിൻ്റെ ശേഷം ലോഡായി എന്ന് പറയുന്ന ഒരു ആൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു തനിക്ക് പറ്റുമെന്ന് ചോദിച്ചേക്ക്. സാറേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി അത് കേട്ടോ. സിനിമയിലല്ലേ, അത് പോരാത്തത് ഒരു മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ നേട്ടമായിരുന്നു. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്തേക്ക് കട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ 3 ഷോട്ടാണ് എല്ലാ ഇതും എടുക്കുന്നത്. രണ്ടാമത്തെ അപ്പോൾ ഞാൻ ഈ കട്ട് എന്ന് പറഞ്ഞേക്ക് എനിക്കൊരു ഭയങ്കര വിഷമം, നന്നായില്ലേന്ന്. അങ്ങനെ 3 ഷോട്ട് എടുത്തതിൽ അതിൽ 3ഉം കുഴപ്പമില്ല. അവർ മോണിറ്ററിൽ അത് ഫീഡ്ബാക്ക് കണ്ടിട്ട് അവർ അത് നന്നായിരുന്നു എന്നുള്ളത് എനിക്ക് അതിൽ ഇനിയും കൊണ്ടൊന്ന് കാണിച്ചു തന്നു. കാരണം നന്നായി എന്ന് പറഞ്ഞാൽ ക്യാമറമാനാണ് കാണിച്ചു തന്നത് ഷോട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സീന് കിട്ടിയാൽ ഭയങ്കര ഒരു സന്തോഷം എനിക്ക്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക് എൻ്റെ നാട്ടിലുള്ളവർ ഇപ്പോഴും അന്നും ഇന്നും പുറം രാജ്യത്ത് ചെന്നാലും ഞാൻ അങ്ങനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. തെങ്ങിന് പോയി തറക്കുന്നത് കത്തി എറിഞ്ഞത് മമ്മൂട്ടി എറിഞ്ഞാണ്. അത് കറക്റ്റ് മമ്മൂട്ടി എറിഞ്ഞാണ്. അതിൻ്റെ അനുഭവം ഞാൻ ആ കത്തി എറിഞ്ഞിട്ട് ആ കത്തി ആ സ്പോട്ടിൽ നിന്ന് താഴത്തുനിന്ന് എടുത്തു കൊടുത്തത് ഞാനാണ്. പക്ഷെ എടുത്തു കൊടുക്കണമെന്ന് ഷൂട്ടിലുണ്ടാവില്ലല്ലോ. അപ്പം ഞാനത് ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കുറേ വളണ്ടിയർമാർ നമ്മൾ സെറ്റാക്കിയിരുന്നു. എവിടുന്നൊക്കെ ജനങ്ങൾ വന്നിട്ട് ഈ അങ്ങാടി ജനങ്ങൾ അവരെ ഷൂട്ട് ചെയ്യാൻ അയക്കാൻ കണ്ട നമ്മൾ വളണ്ടിയർമാരും പോലീസുകാരും ഒക്കെ ആയിട്ടാണ് ഈ ഷൂട്ട് ഇവിടെ നടന്നത്. ആ സമയത്ത് മമ്മൂട്ടി വന്നിട്ട് ഇങ്ങനെ കത്തിയേറ്റ് ആ ഒരു ഫസ്റ്റിൽ എറിഞ്ഞ് കറക്റ്റ് കൊണ്ടുപോയി അത് ഷൂട്ടിലെടുത്ത്. പിന്നെ മമ്മൂട്ടി 2 പ്രാവശ്യം ട്രൈ ചെയ്തതിൽ അത്ര ആയില്ല. പക്ഷെ ഇതാണ് കിട്ടിയത്. മമ്മൂട്ടിയുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്? അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കാണുമ്പോൾ ഭയങ്കര ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹത്തിനോട് ഇടപഴകി കഴിഞ്ഞാൽ ഇത്ര നല്ല മനുഷ്യല്ല. പക്ഷെ അദ്ദേഹം പോകുമ്പോൾ എനിക്ക് എന്നോട് ശരി ഇനി എവിടെയെങ്കിലും അടുത്ത സൈറ്റിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സന്തോഷം ആ ഒരു വാക്കിൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വാക്കാണ് അന്ന് പറഞ്ഞത്. മഹായാനം ഷൂട്ടിംഗ് സംബന്ധമായ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ മൂസയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? രസകരമായ ഉണ്ടായെന്ന് വെച്ചാൽ അതിൽ മുകേഷ് മരണപ്പെട്ടിട്ട് ലോറിയിൽ, അതായത് മമ്മൂട്ടിയുടെ ലോറിയിൽ ഈ ബോഡി കയറണം. അപ്പോൾ അതിന് ഒരു ബോഡി കണ്ടെത്തണമല്ലോ. അപ്പോൾ ആളെ കണ്ടെത്തണം എന്നോട് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ നല്ലൊരു സീൻ അഭിനയിച്ച് നിൽക്കുന്ന ആ ഒരു ഗമയിൽ നിൽക്കുക.
അപ്പോൾ ഇനി ഒരു ശവമായിട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമല്ലേ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന് ആളെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ മുസ്തഫ എന്ന് പറയും, യാഖി എന്ന് പറയുവാൻ, പക്ഷെ മുസ്തഫ എന്നാണ്. അപ്പോൾ ആ മുസ്തഫനെ വിളിച്ച്, അപ്പോൾ മുസ്തഫ ഓക്കെ എന്ന് പറയും. അങ്ങനെ അവനെ പായയിൽ വെച്ച് കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയിൽ കയറ്റുമ്പോൾ ഒരു ഭാഗം ഒടിഞ്ഞു. അപ്പോൾ ജോസ് സാർ പറഞ്ഞ ശവം ഒരിക്കലും ബെൻഡാവില്ല, സ്റ്റഡിയിൽ കിടക്കാം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് മുകേഷ് ഉണ്ട്, വിജയരാഘവൻ, അങ്ങനെ പിന്നെ വിനീത് ഉണ്ട്. വിനോദ് എന്ന് പറഞ്ഞ ആളാ സ്റ്റണ്ട്മാന്, രണ്ടാളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ അവിടെ ചേർട്ടിരിക്കുക, എല്ലാവരും ഭയങ്കരമായി ചെറി. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. പിന്നീട് വേറെ സിനിമയിലേക്ക് അവസരങ്ങളൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഷോർട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൊന്മുടി പ്രകാരം ഫിലിമിൽ എനിക്ക് കിട്ടിയത് ഈ പാട്ടിൻ്റെ സീനിൻ്റെ വർക്കുകൾ, അതിൻ്റെ മോണിറ്റർ, അതിൻ്റെ പാട്ടിൻ്റെ സീനിൽ വെക്കുന്ന മോണിറ്ററൊക്കെ ഞാൻ കൊടുത്തതായിരുന്നു. അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ കിട്ടി. പിന്നെ കാറ്റാടിക്കടവ് MT വാസുദേവനാരുടെ സ്ഥലമുണ്ട് അവിടെ. അതിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് അവിടെ ഒരു അടിസീൻ ഉണ്ടായിരുന്നു, മറ്റേ കലാഭവനിലെ. ആ ഒരു ബോട്ടിൽ വന്നിട്ട്, ആ ബോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ബോട്ടിൽ ഒരു ജനറേറ്റർ വെച്ചിട്ട്, ചെറിയ ജനറേറ്റർ വെച്ചിട്ട് അതിൻ്റെ ഒരു വർക്ക്, അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ സീനുകളാണ്. അതൊന്നും മുഖം കാണിക്കാൻ പറ്റാവുന്ന സീനായിട്ട് ഒന്നുമില്ല. എൻ്റെ ജോലി ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ വർക്കാണ്. അപ്പോൾ ആ ഇതിലെ അത് പോയി പോവോ എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നീട് കൂടുതൽ ശ്രദ്ധ ചെയ്തില്ല. ഇപ്പം അതിൻ്റെ ശേഷം ഒരു പന്ത് പറഞ്ഞ ഒരു ഫിലിം ഇപ്പോൾ ഇവിടുന്ന് ആ മനമക്കാവ് സ്കൂള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അതിലും കുറച്ച് ഭാഗങ്ങളിൽ ഞാനുണ്ട്. പിന്നെ ടയോട്ട മനമക്കാവ് നിന്നു പോകുന്ന TG രവിയുടെ മകനാണ് അതിൽ മെയിൻ നടൻ. പടം എന്തായി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കുറേ പടത്തിലൊക്കെ കുറേ ചെറിയ ചെറിയ മുഖങ്ങളൊക്കെ കാണിക്കാൻ പറ്റി. പക്ഷെ ഇതിലൊക്കെ എനിക്ക് മഹായാനം ഫിലിമിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിലാണ് എനിക്കതിൽ വളരെ സന്തോഷം.